ഗീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ണപ്പയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷനാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ മലയാളം ട്രെയിലറാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ കാണലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒത്തിരി പേര് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ മോഹൻലാലുണ്ട്, പ്രഭാസ് ഉണ്ട്, വേറെ ആരാണ്ടൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാരൊക്കെ ഉണ്ടെന്ന്. വിഷ്ണു മാഞ്ചു, മോഹൻ ബാബു, പ്രഭാസ്, മോഹൻലാൽ, അക്ഷയ് കുമാർ, സാരത് കപൂർ, കാജൽ അഗർവാൾ, അർപ്പിത റാൺക, ബ്രഹ്മാനന്ദ, സപ്തഗിരി, മുകേഷ് ഋഷി, അങ്ങനെ കുറേ പേര് അഭിനയിച്ചിട്ടുണ്ട്. ബാക്കി പേരൊന്നും എനിക്ക് വയ്യ. അങ്ങനെ കുറേ പേര് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സ്ക്രീൻ പ്ലേയും വിഷ്ണു മച്ചു തന്നെയാണ്. പ്രൊഡ്യൂസർ DM മോഹൻ ബാബു, ഡയറക്ടർ മുകേഷ് കുമാർ സിംഗ്, സിനിമാറ്റോഗ്രഫി ഷെൽഡോൺ ഷാവു, മ്യൂസിക് ഡയറക്ടർ സ്റ്റീഫൻ ദേവസ്യ, എഡിറ്റർ അന്തോണി ഗോൺസാൽവീസ്, പ്രൊഡക്ഷൻ ഡിസൈനർ ചിന്ന. അത്രയൊക്കെ മതി. അപ്പോൾ ആദ്യം നമുക്ക് ട്രെയിലർ കാണുന്നതിന് മുന്നേ ഇതിന് കമൻസ് കുറച്ച് വായിച്ചു നോക്കാം. കമൻസ് നെറ്റ് ഷോ ആണുള്ളൂ. കണ്ണപ്പ തിങ്കൾ മുതൽ വെള്ളി വരെ കാണൂ സൂര്യ TV-യിൽ. കൈലാസനാഥൻ്റെ അവധി വെച്ച് അവർ പറയുന്നത്. ട്രെയിലർ ഞാൻ കണ്ടില്ല. വളരെയധികം നന്നായിട്ടുണ്ട്. ട്രെയിലറിൽ ഇറക്കിയ ടീമിനോട് തിയേറ്ററിൽ പോകാതെ തുടക്കവും ക്ലൈമാക്സും അടക്കം കാണിച്ചു തന്നതിന് നന്ദി. ഇതിൽ സിനിമ മുഴുവൻ കാണിച്ചിട്ടുണ്ട്. കണ്ണപ്പ അല്ല, കണ്ണപ്പ എന്നിട്ട് എക്സിലിട്ട് കൈലാസ് കില്ലാടി. അക്ഷയ് കുമാറിനുള്ള ഇതാന്ന് തോന്നുന്നു. 2 മിനിറ്റ് 55 സിനിമയിൽ മുഴുവൻ കാണിച്ച തന്നതിന് 1000 നന്ദി. 2 മിനിറ്റ് 55 സെക്കൻഡിൽ സിനിമ മുഴുവൻ കാണിച്ചതിന് നന്ദി. ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. പ്രഭാസാസ് രുദ്ര. ആ കണ്ണ് പ്രഭാസാണ് രുദ്ര. ചുണ്ണിയിലെ പോലെ ഒരു റോള് മാത്രം കിട്ടിയത് അങ്ങേര് വേണ്ടതുപോലെ ചെയ്തോളൂ. മോഹൻലാലിനെ കുറിച്ചാണ് തോന്നുന്നു. കൈവേനെടുക്കുന്നു. ലാലേട്ടൻ പ്ലസ് പ്രഭാസ് ആരാധകർ കമോൺ. ലാലേട്ടൻ മുടി നീട്ടി വെക്കുമ്പോൾ എന്താ ലുക്ക്. രാജശില്പി ഓർമ്മ വരുന്നു. രാജശില്പി ടീസർ പോലെയല്ല ട്രെയിലർ, ചുമ്മാ ആണ്. അടിപൊളിയായി. മതിയെന്ന് കോളു. ഇവിടുന്ന് വേഗം പൊക്കോളൂ. അവർ ഡാർലിംഗ് ലാലേട്ടൻ ഫാൻസ് അസംബിൾ. ഏറ്റൻ പ്രഭാസ്. ലാലേട്ടൻ ആൻഡ് പ്രഭാസ്. എൻ്റെ ശിവനെ. അപ്പോൾ ഇത്രയൊക്കെ കമൻറ്റ് വന്നു. നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. ഞാൻ മലയാളം ട്രെയിലർ റിയാക്ഷൻ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ട്രെയിലർ കാണുന്നു. അക്ഷയ് കുമാറാ ശിവൻ. പക്ഷെ ഞാൻ കുറെ ഇത് കണ്ടായിരുന്നു. കൈലാസനാഥൻ ലാപ്പുള്ളി അല്ലേ ശിവനായിട്ട് വരുന്നതെന്ന്. എന്തോ വായുലിംഗോ അങ്ങനെ എന്തോ സാധനത്തിന് വേണ്ടി ആണ് വില്ലന്മാര് വരുന്നത്. അപ്പൊ അതിനെ തടയാനായിരിക്കും മോഹൻലാലും പ്രഭാസും ഒക്കെ ഉള്ളത്. ബാക്കി കൂടെ കാണാം. രഹസ്യം സംരക്ഷിക്കാൻ എന്റെ പ്രാണനാൻ ഉറപ്പ് നൽകുന്നു. ഇന്നിന് കൂടെ ഈ ഗ്രാമത്തിൽ അപകടം സംഭവിക്കില്ല. ഇതെന്റെ വാക്ക്. ശിവന് കല്ലെന്ന് പറയുന്നു. അത് മറ്റേ സ്റ്റാർ സിനിമയിലെ നായികയല്ലേ? പേരെന്തുവായിരുന്നു പറഞ്ഞത്? ആ പേര് ഓർമ്മ കിട്ടുന്നില്ല. സ്റ്റാർ സിനിമയിലെ നായിക. പറയുന്നത് കേൾക്കാത്ത ആളുകളോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ജീവിതത്തെ ധിക്കരിക്കുന്നവർ, പൊതുവിധവരുടെ വാക്കിന് വില കൊടുക്കാത്തവർക്കും ഈ നാട്ടിൽ സ്ഥാനമില്ല. സത്യത്തിൽ ഈ കല്ല് കാട്ടിക്കൊണ്ട് കളഞ്ഞാൽ നിന്റെ ഭ്രാന്ത് മാറും. ദിന്നനാന്ന് തോന്നുന്നു നായകൻ. ബാക്കി മോഹൻലാൽ ഇവരൊക്കെ സൈഡിലാണ്. നോക്കാം. അങ്ങയുടെ നല്ല ഭക്തനാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ദേവിയെ പോലെ ഞാനും ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. ഓ പ്രഭാസ് വന്ന്. പ്രഭാസിന്റെ ലുക്കുള്ള അടിപൊളി സെറ്റ്. പ്രഭാ
പ്രഭാസ് വന്നെന്ന് കുറച്ച് എപ്പിക്ക് അങ്ങനെ എന്താ പറയുന്നത്, ഇച്ചിരി ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ മാത്രമേ ഇപ്പോൾ അഭിനയിക്കുന്നുള്ളൂ. ആ മുതിർന്നവരെക്കാൾ മുതിർന്നവൻ ഞാനാ. എന്നേക്കാൾ വലിയ ശോഭത്തനം ഈ സൃഷ്ടിയിലുണ്ടാവില്ല. എന്തൊക്കെ ദൈവവും കൂട്ടും നമ്മൾ തന്നെ. ശിവായ നീ മനസ്സൊരുക്കി വിളിക്ക്. അത് ഈ ജന്മത്തെ നടക്കില്ല. നീ അത്രയ്ക്ക് സാമർഥ്യശാലി. മോഹൻലാലിന്റെ ലുക്ക് കൊള്ളാൻ എല്ലാവരും പറയുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുന്നത് എനിക്ക് വലുതായിട്ട് ലുക്ക് ഇഷ്ടപ്പെട്ടില്ല. അസ്ത്രവിദ്യയിൽ നിന്നേക്കാൾ കേമനുണ്ടെന്നറിഞ്ഞ് സഹിക്കാൻ ലുക്ക് എനിക്ക് അത്രയും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. ഛേദിപ്പിച്ചത് നീയല്ലേ? പൊയ്ക്കോളൂ ഇവിടുന്ന്. വേഗം പൊയ്ക്കോ. കണ്ണപ്പ ഇതെന്റെ വാക്ക്, തിന്നെന്റെ വാക്ക്. ശിവലീല. ഈ സപ്പ അത്ര ഉള്ളു ട്രെയിലറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലെ കമന്റിലൊക്കെ പറഞ്ഞ പോലെ തന്നെ സിനിമ മൊത്തത്തിൽ കാണിച്ചിട്ടുണ്ട്. ദിന്നൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു ഹീറോ. അപ്പോൾ പുള്ളി ആദ്യം ശിവഭക്തനല്ല, പുള്ളി ശിവഭക്തനാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രഭാസും മോഹൻലാലും ഒക്കെ വരുന്നതെന്ന് തോന്നുന്നു. പ്രഭാസിൻ്റെ ലുക്ക് അടിപൊളി. നമ്മുടെ അക്ഷയ് കുമാറിൻ്റെ ലുക്ക് വലിയ കുഴപ്പമില്ല, എനിക്ക് എന്നാലും അത്രയും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. എന്താ പറയുക, നമ്മുടെ കൈലാസനാഥൻ്റെ ശിവൻ തന്നെയാണ് അടിപൊളി. പിന്നെന്തോ മോഹൻലാലിൻ്റെ ലുക്കും എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും അത് കൊള്ളാമെന്നൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ട്രെയിലർ കണ്ടെന്ന് വെച്ചാൽ കിള്ളൻ ട്രെയിലർ. പടം ഹിറ്റാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നല്ല പടമായിരുന്നാൽ മതിയായിരുന്നു. ഒത്തിരി ആ കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൽ കാജൽ അഗർവാൾ ഉണ്ടെന്നൊക്കെ ഞാൻ താഴെ കണ്ടു, പക്ഷേ ട്രെയിലറിൽ കാജൽ അഗർവാളൊന്നും കണ്ടില്ല. സിനിമയിൽ കാണുമായിരിക്കും. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ട്രെയിലറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ ട്രെയിലർ റിയാക്ഷൻ ഇനിയും ചെയ്യണോ വേണ്ടായോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ. റിയാക്ഷൻ ഒന്നും പറയാൻ പറ്റില്ല, ഞാൻ ജസ്റ്റ് ആ ട്രെയിലർ കാണുന്നത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ബൈ.